എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒരു തവണയെങ്കിലും നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണിത്. കക്ക ഇറച്ചി കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഫുഡിൽ ഈ കക്ക ഇറച്ചിയും കൂടി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. സിങ്ക് ധാരാളം അടങ്ങിയത് കൊണ്ട് രോഗപ്രതിരോധ ശക്തിയൊക്കെ കൂട്ടാനായിട്ട് വളരെയധികം പ്രയോജനം നൽകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്ന വിധം നമുക്ക് വേഗത്തിലൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. കക്കായൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനകത്തുള്ള ആ പച്ച അഴുക്കൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ വയറിനൊക്കെ വേദന എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചിയാണ്. ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിയും, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറി ലീഫ് ചെറുതായിട്ട് നുറുക്കിയതൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളെല്ലാം ഈ കക്ക ഇറച്ചിയിൽ പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവയെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ലേശം വെള്ളം ഒഴിച്ച് ഈ കക്ക ഇറച്ചി നമുക്ക് വേവിച്ച വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റുമാണ്. ഇനി വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. ഞാനൊരു 8 പീസ് ചെറിയുള്ളി, ഒരു മീഡിയം വലുപ്പമുള്ള സവോളയും എടുത്തിട്ടുണ്ട്. അവയെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണിത്. 4 ടേബിൾ സ്പൂൺ അളവിൽ നാളികേരത്തിൻ്റെ കൊത്തൂടൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നമുക്ക് വേണം. എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടിച്ചേർക്കാം. കുറച്ച് കറി ലീഫും എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള പൊടികളൂടെ ഒന്ന് നോക്കിയാലോ. 1.5 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂണ് പെരിഞ്ചീരകമുണ്ടല്ലോ, വലിയ ജീരകം പൊടിച്ചെടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും. ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് എരിവൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഉണ്ടല്ലോ, രണ്ടും ഒരേ ടേബിൾ സ്പൂൺ അളവിലാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ നേർ പകുതി നമുക്ക് ഈ കക്ക വേവിക്കുമ്പോൾ അതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വറ്റിച്ചെടുക്കാം. ഞാനിവിടെ മൺചട്ടിയിലാണ് ഈ കക്ക വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കക്ക ഇറച്ചിയിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാലക്കൂട്ടുകൂടെയൊക്കെ ചേർത്ത് വരട്ടി നമ്മളൊരു ഫ്രൈ ആക്കിയാണ് ഈ കക്ക ഇറച്ചി എടുക്കാനായിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കൊപ്പമൊക്കെ കഴിക്കാനായിട്ട്. പാനിലോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുണ്ടല്ലോ, ആദ്യം നമുക്കിതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ നിറമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി കിട്ടുന്നത് വരെ മൂപ്പിച്ചെടുക്കുകയാണ്. നാളികേരത്തിൻ്റെ പീസൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതും കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേന് ഇനി ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചാണ് പകുതി നമ്മളത് വേവിക്കാൻ നേരം ചേർത്ത് കൊടുത്തു. ബാലൻസും ബാക്കിയുള്ള ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണം. ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇതുപോലെയുള്ള ഫ്രൈ ഒക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ. കക്ക ഇറച്ചി കൊണ്ട് നമ്മൾ പലതരം റെസിപ്പീസ് തയ്യാറാക്കിയെടുക്കും. തോരനും അതുപോലെ കക്ക ഇറച്ചി റോസ്റ്റും ഒക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഫ്രൈ തയ്യാറാക്കിയെടുക്കുന്നത്. ഇച്ചിരി സ്പൈസി ആയിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ചപ്പാത്തിക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആ പൊടികളുടെ ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കി മൂപ്പിച്ചെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കാനും. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചിയും കൂടി ഈ കൂട്ടിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാലക്കൂട്ടൊക്കെ കക്ക ഇറച്ചിയിലൊന്ന് പിടിച്ച് കിട്ടത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഒരു ലേശം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ മസാലക്കൂട്ടും കൂടി ഇതിലോട്ടൊന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും. കൂട്ടുകാരുമായിട്ട് ഇന്ന് ഞാൻ ഈ പങ്കുവച്ച ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഈ ഒരു രീതി കക്കായൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുട്ടികളാണെങ്കിലും കഴിക്കുകയും ചെയ്യും. സാധാരണ കുട്ടികളൊക്കെ ഇത് കഴിക്കാനായിട്ട് മടി കാണിക്കുന്നവരാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർ കഴിക്കും.
ഒരു 2-3 മിനിറ്റ് ഞാൻ അടച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു ലേശം വെള്ളം മാത്രമേ തളിച്ചു കൊടുത്തിട്ടുള്ളൂ ആ മസാലക്കൂട്ടൊന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള കക്കായിറച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാർക്ക് കുറച്ചും കൂടെ സ്പൈസി ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലേശം കുരുമുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് പിന്നീട് ചേർത്ത് കൊടുക്കുന്നില്ല. ലേശം കറി ലീഫും കൂടെ ഒന്ന് തൂക്കി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. കാൽസ്യം റിച്ച് ആയിട്ടുള്ള കക്കായിറച്ചിയൊക്കെ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഹൃദ്രോഗമൊക്കെ തടയുന്നതിനും അതുപോലെ കാൽസ്യം റിച്ച് ആയതുകൊണ്ട് എല്ലുകളുടെ ബലത്തിനും വളരെയധികം സഹായം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ കക്കായിറച്ചി. വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി കൂട്ടുകാരൊന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ. ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തുള്ള ആ ഗ്രീനായിട്ടുള്ള അഴുക്ക് കളഞ്ഞിട്ട് വേണം നിങ്ങളിത് തയ്യാറാക്കിയെടുക്കാനും. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.